എല്ലാവർക്കും ലേൺ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ നരൻ എന്ന മലയാളം ഫിലിമിലെ തുമ്പി കിന്നാരം എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. പല്ലവി ആൾറെഡി ഞാൻ ചെയ്തിരുന്നു, അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അനുപല്ലവിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നോട്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഇത് നിങ്ങളുടെ ഗിറ്റാറിൽ വായിക്കാൻ കഴിയും. സോ ഹോപ്പ് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യട്ടെ. ഹാപ്പി ലേണിംഗ്. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഇ എന്ന് പറയുന്ന നോട്ടിലാണ്. ഇനിയാ നെഞ്ചിലെ അനുരാഗം മോഹണം, ഇങ്ങനെയാണ് ആ വരി പോകുന്നത്. സോ ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ് വരും. ഇനിയാ ഇ ഡി ഷാർപ്പ് വരും. നെഞ്ചിലെ, നെഞ്ചിലെ എന്നുള്ളത് കണ്ടില്ലേ? സി ഷാർപ്പ്, ബി, സി ഷാർപ്പ് വരും. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം ഇനിയാ നെഞ്ചിലെ ഇ, ഡി ഷാർപ്പ്, പിന്നീട് സി ഷാർപ്പ്, ബി, സി ഷാർപ്പ് വരും. അനുരാഗം, അനുരാഗം, അനുരാഗം എന്നുള്ളത് സി ഷാർപ്പ്, സി ഷാർപ്പ്, ബി, സി ഷാർപ്പ് വരും. മൂളണം, മൂളണം എന്നുള്ളത് അനുരാഗം, മൂളണം, കണ്ടില്ലേ? അനുരാഗം അത് നമ്മൾ കണ്ടു. മൂളണം എന്നുള്ളത് ബി, ഡി ഷാർപ്പ്, ബി, ഇത് ബി ആണ്. ബി കഴിഞ്ഞ് നേരെ ജി ഷാർപ്പിൽ പോവും. മൂളണം, അതായത് ബി, ജി ഷാർപ്പ്, സി ഷാർപ്പ് വരും. അത് കഴിഞ്ഞ് മിഴികൾ എന്ന് പറഞ്ഞാണ് വരുന്നത്. മിഴികൾ മോഹമായി, മിഴികൾ എന്നുള്ളത് ഈ നോട്ടുകൾ വരും. അതായത് കണ്ടില്ലേ? അതായത് സി ഷാർപ്പും ബിയും വരും. മിഴികൾ, സി ഷാർപ്പ്, സി ഷാർപ്പ്, ബി. മുഖമായി, മുഖമായി എന്നുള്ളത് ഇവിടുന്ന് നേരെ പ്ലക്ക് ചെയ്തങ്ങ് പോവും. കണ്ടില്ലേ? ഈ നോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക്, അതായത് സി ഷാർപ്പിൽ നിന്ന് നേരെ എഫ് ഷാർപ്പിലേക്ക് പോയി. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് കംപ്ലീറ്റ്. ഇപ്പോൾ ഞാൻ വായിച്ചേക്കുന്ന എല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. മായ്ക്കണം എന്നുള്ളതാണ്. മായ്ക്കണം, ആ മായ്ക്കണം എന്നുള്ളത് ബി, ജി ഷാർപ്പ്, ബി വരും. ഒരുമിച്ച് വായിക്കുമ്പോൾ മിഴികൾ മായ്ക്കണം, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കും. അതിനുശേഷം ഇനി പാടാ, ഹൈ പിച്ചിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഇനി പാടാ, അപ്പം ഇനി പാടാം എന്നുള്ളത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി ഷാർപ്പ് വരും. ഇനി പാടാ, എ ഷാർപ്പ്, ബി, സി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. എ ഷാർപ്പ്, ബി, സി ഷാർപ്പ്, എഫ് ഷാർപ്പ്. ഇനി പാടാ, പാടാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹൈ പിച്ചിലേക്ക് പോയിട്ടുണ്ട്. ഒരു ഹം കേട്ടു നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് എഫ് ഷാർപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഫിംഗർ ഒന്ന് മൂവ് ചെയ്ത് ജി ഷാർപ്പിലോട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഇനി എന്നും പാടാം എന്നാണ് പിന്നെ വരുന്നത്. എന്നും പാടാം എന്ന് പറയുന്നത് ഈ സി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ് വരും. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം
ഇങ്ങനെയാണ് വരുന്നത്. അത് ഇ ഡി ഷാർപ്പ് നിറമാർന്ന, ഇ ഡി ഷാർപ്പ് സി ഷാർപ്പ് വരും. നിറമാർന്ന സംഗീതമേ, ആ സംഗീതമേ എന്നുള്ളത് ഇങ്ങനെ വരും. ഇത് നോട്ട് ബി ആണ്. ബിയിൽ ബി 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 സി ഷാർപ്പ് വരും. ഇനി പാടാം എന്നും പാടാം നിറമാലയമേ. അത് വീണ്ടും വായിക്കും. അത് 2 തവണ നമ്മൾ വായിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് വായിച്ച് നമ്മൾ നേരെ ഈ പാട്ടിൽ കൊണ്ട് നിർത്തുകയാണ്. അതായത് കനവാഗണം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നിർത്തും. ഇനി പാടാം എന്നും പാടാം. കനവാഗണം. ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വരും കനവാഗണം. ഈ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഡി ഷാർപ്പ് ജി ഷാർപ്പിൽ വരും. അത് കഴിഞ്ഞ് വീണ്ടും ബാക്കിയെല്ലാം നമ്മൾ ആൾറെഡി പല്ലവി പാർട്ടിൽ കണ്ട സെയിം പാർട്ട് തന്നെയാണ്. ഇതിനകത്ത് മെയിൻ സോങ്ങുകളെല്ലാം നമ്മൾ വായിച്ചേക്കുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ്. ഫ്രെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് വായിക്കാം. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.